ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏറെ നാളത്തെ സ്വപ്നമായിട്ടുള്ള ലഡാക്ക് യാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്ലാഗ് ഓഫാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് നമ്മുടെ വണ്ടിയിൽ വെച്ച് കെട്ടുവാണ് കേട്ടോ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്ന ആ ഒരു മാപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു മെസ്സേജും ഈ ഒരു യാത്രയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സേ നോ ടു ഡ്രഗ്സ്, സപ്പോർട്ട് കാശ്മീർ ടൂറിസം എന്നുള്ളൊരു മെസ്സേജും കൂടെ നമ്മൾ ഈ യാത്രയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു യാത്ര പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയും അതുപോലെ തന്നെ ഭയങ്കര കെയറിങ്ങോടെയുമാണ് നമ്മളെ യാത്രയാക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ക്ഷണിച്ച ഗസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ് ഓഫ് ആരംഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബൈക്ക് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ മാറ്റുകയാണ്. ജൂൺ 14-ാം തീയതിയാണ് കേട്ടോ നമ്മൾ യാത്ര തിരിക്കുന്നത്. നല്ല മഴയുള്ള ഒരു സമയം തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം മഴ നമ്മുടെ ഫ്ലാഗ് ഓഫ് ടൈമിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മഴ കൊള്ളാതിരിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും റൈഡിങ് ഗിയേഴ്സ് എല്ലാം ആയിട്ട് സെറ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാഗ് ഓഫിന് വേണ്ടി ക്ഷണിച്ച കോട്ടായി പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ SIയും കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഫ്ലാഗ് ഓഫിനുള്ള ആ ഒരു ചടങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് സഹകരിച്ച മധുവേട്ടനും അതുപോലെ തന്നെ വിനോദേട്ടനുമാണ്. അവർക്കൊരു വലിയ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി ചടങ്ങുകളിലേക്ക് കടക്കാം. അനുഭവത്തിൽ നിന്നാണ് ഏറ്റവും വലിയ അറിവുണ്ടാവുക എന്നാണ് പറയുന്നത്. ആ അനുഭവത്തിലൂടെ ധാരാളം അറിവുകൾ സമ്പാദിച്ച മഹത് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭാരതവും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് അനുഭവസ്ഥനായിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള കേരളീയനായിട്ടുള്ള നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ യാത്രകളിലൂടെയാണ് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകിയിട്ടുള്ളത്. അതേപോലെ ഒരു സന്ദേശം നൽകാൻ വേണ്ടി ഇന്ന് നമ്മുടെ പരിസരവാസിയും നമ്മുടെ എല്ലാവരും സഹോദരനുമായിട്ടുള്ള അനീഷ് അതുപോലൊരു സന്ദേശവുമായി ഇന്ന് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. വളരെ കാലത്തെ ഭീകരവാദത്തിന് ശേഷം സമാധാനപൂർവമായ ഒരു ജീവിതം നയിക്കുന്ന കാശ്മീർ ജനതയുടെ ഇടയിൽ പെട്ടെന്നുണ്ടായ ഒരു അക്രമത്തിൽ അവിടെ ജനങ്ങൾ സ്തംഭിക്കുകയും അവിടെയുണ്ടായിരുന്ന ടൂറിസം എല്ലാം ആശയക്കുഴപ്പത്തിലാവുന്ന ഒരു സമയമുണ്ടായി. ആ ഒരു ടൂറിസത്തെ പുനഃസ്ഥാപിക്കുക, സമാധാനപൂർണ്ണമായ ഒരു ജീവിതം അവിടെ ഉണ്ടാവാൻ വേണ്ടി എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കുക. അതുകൂടാതെ വളർന്നു വരുന്ന തലമുറയിൽ ഇന്നുണ്ടാകുന്ന പല ദൂഷ്യങ്ങളും നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ രൂപത്തിൽ പലതും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ആ ഡ്രഗ്സിനെതിരെ ഒരു സന്ദേശം, ആ ഡ്രഗ്സ് നമ്മുടെ മനുഷ്യരാശിയെ തന്നെ നമ്മളെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ആ ഒരു സന്ദേശവും ഈ യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അനീഷ് ഇന്ന് നമ്മുടെ മുന്നിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ട അനീഷിന് ഈ പരിസരവാസികളെല്ലാവരും, കുടുംബവും പരിസരവാസികളെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു എന്താണോ സന്ദേശം വെച്ചിട്ടുള്ള സന്ദേശത്തിൻ്റെ സഫലമായ ഒരു പൂർത്തീകരണം ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു അനുഗ്രഹിച്ച് ഒരു ആശംസ അർപ്പിച്ച് ഒരു യാത്രയാക്കുകയാണ്. അതിനുവേണ്ടി ആ ചടങ്ങിൽ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സതീഷ് ചേട്ടന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നു. ഇതുപോലെയുള്ള സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ആ സന്ദേശം സമൂഹത്തിന് മുഴുവൻ പ്രാവർത്തികമാക്കാൻ നിയമിക്കപ്പെട്ടിട്ടുള്ള നിയമപാലകരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം എന്ന് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള കോട്ടായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ച സമയത്ത് വളരെ അനുഭാവപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരാനും ഇന്ന് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാനും സമ്മതിക്കുകയും നമ്മുടെ കൂടെ നിന്ന് ഈ ഒരു സന്ദേശത്തെ മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും ഊർജ്ജം പകരാൻ ഇവിടെ എത്തിയിട്ടുള്ള കോട്ടായി സ്റ്റേഷനിലെ SI ശ്രീ വിനു സാറിനും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കാശ്മീർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരി നാം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇന്ന്
ബഹുഭൂരിപക്ഷം ആളുകളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിനും വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിയെ മാറ്റി നിർത്താൻ ആവശ്യമായ ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ ഭീകരവാദം നമ്മുടെ സമൂഹത്തെ ഒരുപാട് പുറകോട്ടടിപ്പിക്കും എന്ന സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അനീഷിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. കോട്ടായി മുതൽ കാശ്മീർ വരെ ബുള്ളറ്റ് റൈഡ് നടത്തി താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ബൈക്ക് യാത്ര ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു പ്രയത്നമാണ് അനീഷിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. യാത്ര എന്ന് പറയുന്നത് സന്തോഷമുള്ളതാവട്ടെ, തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തിലേക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭാഗവൻ ചെയ്യുന്നതിനും രണ്ട് വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ബിനു സാറെ ഞാൻ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇവരുടെ യാത്രയുടെ ഉദ്ദേശത്തിനെ കുറിച്ച് എനിക്ക് മുന്നേ പറഞ്ഞവർ പറഞ്ഞു. ഞാൻ ധരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയിൽ മിക്കവാറും ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അതിൽ കൂടെ നടക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അതിൽ കുറേ ആൾക്കാർ അതിന് അടിമപ്പെടാതെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തയ്യാറായിട്ടുള്ള കുറച്ച് യുവാക്കളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ഉദ്ദേശം നല്ലൊരു ഉദ്ദേശമായതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. എന്തായാലും ഇത്രയും ദീർഘമായ ഒരു യാത്രയ്ക്ക് ഇവർക്ക് എല്ലാവിധ ആശംസകളും കോട്ടായി പോലീസും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോട്ടായി പഞ്ചായത്തിലെ 11 വാർഡിലെ നിന്ന് നമ്മുടെ ഗ്രാമത്തിലെ ചമ്പ്രവള സ്കൂളിൽ പഠിച്ച് ഇത്രയും വലിയ ഉദ്യമത്തിൽ സാക്ഷിയാവാൻ പോകുന്ന അനീഷിനും മനോജിൻ്റെ മകൻ നിതിനും എല്ലാവിധ യാത്രാമംഗളങ്ങളും ആശംസിക്കുന്നു. അവരുടെ എല്ലാ മുദ്രാവാക്യങ്ങളും സഫലമായി തിരിച്ചു വരാൻ ജഗദീശനോട് ഈ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചടങ്ങുകളും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലാഗ് ഓഫിൻ്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ഫോട്ടോ എടുപ്പാണ് കേട്ടോ നടക്കുന്നത്. വന്നിട്ടുള്ള ഗസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഒരു ചെറിയൊരു ഫോട്ടോ എടുപ്പാണ്. പിന്നെ ചെറിയൊരു മധുര വിതരണവും. അപ്പോൾ വന്നിട്ടുള്ള എല്ലാവർക്കും, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലക്കാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കാസർഗോഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഏകദേശം 300 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളത് ഓടിയെത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. എത്ര കിലോമീറ്ററാണ് നമുക്ക് കാശ്മീർ പോയിട്ട് തിരിച്ചു വരാനാവുന്നത് നോക്കാം. പാലക്കാട് എത്തി. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനടുത്തുള്ളൊരു കടയാണ്, ആൻഡ് എന്ന് പറയുന്ന കടയാണ്, ഹെൽമെറ്റൊക്കെ വെക്കുന്ന കടയാണ്. അവിടെ നിന്ന് നമ്മൾ ആൻറ്റിനെ വാങ്ങിച്ച്, അപ്പോൾ അവർ തന്നെ അത് നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് അത് സെറ്റ് ചെയ്യുന്നു. പിന്നെ നേരെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ ഇന്ന് എത്ര ദൂരം നമുക്ക് പോകാൻ പറ്റുന്നത് നമുക്ക് അറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഓക്കെ, ആൻറ്റിനയുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെ ബാക്ക് കാരിയറിൽ നമ്മളിവിടെ ഒരു ഡ്രില്ലിട്ട് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. ലഗേജ് ഇവിടെ വെച്ച് കെട്ടി ബോർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടാങ്ക് ഫുൾ ടൈം ആക്കും. ചേച്ചിയാണ് നമുക്ക് പെട്രോൾ എടുത്ത് തരുന്നത്. ചേച്ചി പേര് എനിക്കറിയാം. നമ്മളങ്ങനെ പെട്രോൾ ടാങ്ക് ഫുൾ ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഇത് കോലോകോടാണ്, CBM പമ്പാണ്. ഇവിടുന്നാണ് നമ്മൾ ആദ്യത്തെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ കാസർഗോഡ് വെച്ച് പിടിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിനി മുണ്ടൂർ
കോങ്ങാട് അങ്ങനെ ആ വഴി നമ്മളിനി പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് പോകാം. ഓക്കെ, മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ ലഞ്ച് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കാസർഗോഡേക്ക് 200 എത്ര കിലോമീറ്ററാണ്? 278 സംതിങ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 268 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 7 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. കാരണം നല്ല മഴയായിരുന്നു, നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൊബൈലും അതുപോലെ തന്നെ ക്യാമറയൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ളൊരു മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ വേറെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും.